ഞാൻ പറഞ്ഞത് 20 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന വീട് ഇതാണ്. വരുമ്പോൾ തന്നെ അടിപൊളി ഒരു ഗേറ്റ് ഉണ്ട്. അത് കൂടാതെ തന്നെ അകത്തോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള സൗകര്യങ്ങളാണ്. കയറി വന്നു കഴിഞ്ഞാൽ ബാക്കി കൂടെ ഞാൻ കാണിച്ചു തരാം. 20 ലക്ഷം രൂപയ്ക്ക് ഇത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല കേട്ടോ. 3 ബെഡ്റൂം ഉൾപ്പെടെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ ഡ്രീം ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊടുക്കുന്ന വീട് ഇതാണ്. വരുമ്പോൾ തന്നെ അടിപൊളി ഒരു ഗേറ്റ് ഉണ്ട്. അത് കൂടാതെ തന്നെ അകത്തോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള സൗകര്യങ്ങളാണ്. കയറി വന്നു കഴിഞ്ഞാൽ ബാക്കി കൂടെ ഞാൻ കാണിച്ചു തരാം. 20 ലക്ഷം രൂപയ്ക്ക് ഇത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല കേട്ടോ. 3 ബെഡ്റൂം ഉൾപ്പെടെ ഉണ്ട്. എന്തായാലും കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു സിറ്റ് ഔട്ട് കണ്ടില്ലേ, നല്ല സൗകര്യമുള്ള സിറ്റ് ഔട്ടാണ്. അടിപൊളി വിശാലമായ സിറ്റ് ഔട്ട്. അത് കൂടാതെ തന്നെ നമ്മൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ നല്ല അടിപൊളി വിശാലമായിട്ടുള്ള വൃത്തിയുള്ള ഒരു ഹാള്. ആ ഹാള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട്. ഹാളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അടിപൊളി ഒരു ബെഡ്റൂം. അടുത്ത ബെഡ്റൂം. ഈ ബെഡ്റൂമും ക്ലീൻ ആണ്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ ഉണ്ട് ഇവിടെ. അറ്റാച്ച്ഡ് ബാത്റൂം. അത് കൂടാതെ തന്നെ നമ്മൾ ഒരു ബെഡ്റൂം കാണിച്ചു. ഇനി അടുത്തുണ്ട്. നമ്മൾ ഇങ്ങനെ നേരെ വരുന്ന സമയത്ത് അടുത്ത ബെഡ്റൂം, രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിലും വിശാലമായ സൗകര്യമുണ്ട്. നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് ഞാൻ പറഞ്ഞില്ലേ, മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നല്ല വിശാലമായ ബെഡ്റൂമാണ് കേട്ടോ. നല്ല സ്പേസ് ഉള്ള അടിപൊളി ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂം കഴിഞ്ഞു. ഇനി 3 ബെഡ്റൂം കഴിഞ്ഞു. അല്ലെ, പെയിന്റിംഗ് ആയാലും വൃത്തിയുണ്ട്. ആരായാലും ആകർഷിക്കും. ആ ഒരു രീതിയിലാണ് ഇതെല്ലാം ക്രമീകരിച്ചേക്കുന്നത്. കഴിഞ്ഞില്ല ഇത് പിന്നെയുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്ന സമയത്ത് കിച്ചൺ. വീട്ടമ്മമാരൊക്കെ ആദ്യം നോക്കുന്ന കിച്ചൺ ആയിരിക്കും. അപ്പോൾ കിച്ചണിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വീട്ടമ്മമാർക്കൊക്കെ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കിച്ചൺ, എല്ലാ സൗകര്യമുള്ള അടിപൊളി ഒരു കിച്ചണാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞില്ല. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ നോക്കും കുടിവെള്ളമാണ് പ്രധാനമാണ്. ഇതൊക്കെ നോക്കിയാലും കുടിവെള്ളമാണ് പ്രധാനം. ഒരു വീട് നമ്മൾ നോക്കുവാണെങ്കിൽ, വീട് വെക്കുവാണെങ്കിൽ ആദ്യം വേണ്ട കുടിവെള്ളമാണ്. ഉണക്കൊക്കെ വരുവാണെങ്കിൽ പറ്റരുത്. അപ്പൊ കുടിവെള്ളം നോക്കണം എന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കിണറുണ്ട്. ഒരിക്കലും പറ്റാത്ത കിണറാണ് ഈ കാണുന്നത്. ഒരിക്കലും പറ്റാത്ത കള്ളം പറയാവുന്നത് അല്ലല്ല, ഇവിടെ നമ്മൾ തിരക്കിയതാണ്. ഇവിടെ ഒരിക്കലും പറ്റാത്ത അടിപൊളി ഒരു കിണർ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് 20 ലക്ഷം രൂപയ്ക്ക് ഇത് കിട്ടുമെന്ന് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സെന്റ് വസ്തുവിലാണ് ഏകദേശം 900-നകത്തുള്ള സ്ക്വയർ ഫീറ്റിലാണ് വീട് നിൽക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൂടുതൽ തോന്നും. കാരണം അടിപൊളി വിശാലമായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ അത്യാവശ്യമായിട്ട് ഇത് വിൽക്കണം എന്നുള്ളൊരു ആവശ്യം കൊണ്ടാണ്, അവർക്ക് ഒരു അത്യാവശ്യ കാര്യമുള്ളത് കൊണ്ടാണ് അവരിത് പെട്ടെന്ന് ഇത് സെൽ ഔട്ട് ആക്കാൻ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്ന ആളുകൾക്ക് നമ്മൾ ഈ റേറ്റിന് കൊടുക്കും. 20 ലക്ഷം പറയുന്നെങ്കിലും എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അവർ ചെയ്തു തരും. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്, 20 ലക്ഷം രൂപയ്ക്ക് 5 സെന്റ് വസ്തുവിനകത്ത് 900 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടത്. ഇതിനകത്ത് 3 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല സ്പേസ് ഉള്ള ഒരു അടുക്കള, അതുപോലെ തന്നെ ഒരിക്കലും പറ്റാത്ത ഒരു കിണർ, നല്ല വണ്ടികളൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല വിശാലമായിട്ടുള്ള സൗകര്യമുണ്ട്. ഗേറ്റൊക്കെ ഇട്ട് ചുറ്റുമതിലൊക്കെ കെട്ടിയിട്ടാണ് ഈ ഒരു വീട് ഇപ്പോൾ നമ്മൾ വിൽക്കാൻ ഇട്ടേക്കുന്നത്. ഈ ഒരു നമ്മുടെ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ വിളിച്ചത് ഓണറിൻ്റെ നമ്പറാണ്. ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയാണ് ഈ ഒരു വീട് പറയുന്നത്. പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റേറ്റിൽ നിന്ന് കുറച്ച് കുറയും. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നും പുത്തൂരോട്ട് പോകുമ്പോൾ കോട്ടാത്തല സരിക ജംഗ്ഷനിൽ നിന്ന് ഒരു 300 മീറ്റർ മാറിയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിനടുത്ത് തന്നെ അമ്പലങ്ങളും അതുപോലെ തന്നെ സ്കൂളുകളൊക്കെ ഉണ്ട്. പെട്ടെന്ന് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് കിട്ടും.